എന്തായാലും മുന്നണിയിൽ തർക്കമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അപ്പുറത്ത് എൻ.ഡി.എ എന്ന് പറയുമ്പോൾ എൻ.ഡി.എ അല്ലല്ലോ, യഥാർത്ഥത്തിൽ ബി.ജെ.പി ആണല്ലോ ഉള്ളത്. അത്രേ ഉള്ളൂ. എൻ.ഡി.എ മുന്നണി എന്നൊന്നും പറയാനില്ല, ഈ ബി.ജെ.പി ബാംഗ്ലൂർ മാത്രമാണ്. സമ്മേളനത്തിന് ശേഷമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, 26 പാർട്ടികൾ ബാംഗ്ലൂർ സമ്മേളനം വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ആ, എൻ ഡി എ യോഗം യോഗം വിളിച്ചു. വിളിച്ചു. 32 പാർട്ടികൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. എത്രയോ കാലത്തിന് ശേഷമാണെന്നറിയോ എൻ ഡി എയുടെ ഒരു യോഗം നടന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുംബൈയിൽ മീറ്റിംഗ് വിളിച്ചപ്പോഴത്തേക്കും എന്താ ചെയ്തത്? വൺ പാർട്ടി വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു അജണ്ട കൊണ്ടുവന്നു. ഭയന്നിരുന്നു. നമ്മളന്ന് ഇതൊക്കെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു മോഡി ഉലഞ്ഞു, അമിത്ഷാ ഉലഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഉലച്ചിലൊക്കെ ഈ പറയുന്നത് അവിടെ ഉലഞ്ഞു, ഇവിടെ വീണു. പക്ഷെ ഒരു കാര്യമുണ്ട്, ബി.ജെ.പി പെട്ടെന്ന് ആക്ട് ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹാരം അതേ പെട്ടെന്ന് കോൺഗ്രസിന്റെ ആലോചിക്കും. പ്രശ്നം ഇതാണെന്നാ ഈ കോൺഗ്രസ് അത് പറയുന്നത്. നടക്കുന്നില്ല എന്നാണ്. അതാണ് ഒരുമിക്കും ഭാരതം വിജയിക്കും ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ രൂപീകൃതമായത്. പക്ഷേ ഒരുമിക്കുമോ വിജയിക്കുമോ എന്നുള്ളതൊക്കെ ഇവിടെ തർക്കമായി സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അതിനിർണായകമായ 2 ആഴ്ചയാണ് ഉള്ളത്. ഈ മാസം 20-ന് മുമ്പ് തന്നെ സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ മുന്നണിയിൽ ധാരണയായിട്ടുണ്ട്. കോൺഗ്രസ് 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തർക്കകേന്ദ്രം നേരത്തെ പറഞ്ഞ പോലെ നിതീഷ് കുമാറാണ്. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിതീഷ് കുമാറിനെ കൺവീനറായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. വെട്ടാൻ വേണ്ടി കഴിഞ്ഞ യോഗത്തിൽ തന്നെ എങ്ങനെയാണ് മമത പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചു. അന്ന് കേജ്രിവാൾ പിന്തുണച്ചപ്പോൾ കൺവീനറായി നിതീഷിനെ കൊണ്ടുവരുമ്പോഴും അതിനെയും പിന്തുണയ്ക്കുന്നത് കേജ്രിവാളാണ്, എതിർക്കുന്നത് മമതയാണ്. നിതീഷ് ഇപ്പോൾ മുന്നണി സംവിധാനത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. നിതീഷുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്തിനകത്ത് പ്രശ്നമുണ്ട്. തേജസ്വി യാദവ് ജെ.ഡി.യുവിനെ പിളർത്തി സ്വന്തം സർക്കാർ ഉണ്ടാക്കുമെന്ന ഭീതി ഉള്ളതുകൊണ്ടാണ് ലലൻ സിംഗിനെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്തേക്ക് നിതീഷ് തന്നെ സ്വയം വന്നത്. ഈ 243 അംഗ നിയമസഭയിൽ തേജസ്വിക്കൊപ്പം മൊത്തം 114 പേരുണ്ട്. അപ്പോൾ പുറമേ നിന്ന് വെറും 7 പേരുടെ പിന്തുണ കിട്ടിയാൽ മതി. ആ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ നിതീഷിനെ വെട്ടി തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വല്ലാതെ ഭയക്കുന്നതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതീഷ് വരുന്നു. ലലൻ ഒറ്റിക്കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അപ്പോഴും നിതീഷിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഇങ്ങനെ തേജസ്വി യാദവ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ സംസ്ഥാനത്തെ പ്രശ്നമായി നിൽക്കുന്നത്. ബംഗാളിലെ സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ 2 സീറ്റ് മമത വാഗ്ദാനം ചെയ്യേണ്ട 2 സീറ്റിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് 2 സീറ്റുണ്ട്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ, എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും കോൺഗ്രസിന് പഴയ സ്വാധീനമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോഴും 18 സീറ്റിൽ ബി.ജെ.പി ജയിച്ച പശ്ചാത്തലം. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ പിന്തുണ മമതയ്ക്ക് വേണ്ടേ? അതുകൊണ്ട് തന്നെ 2 സീറ്റ് എന്ന് ഇപ്പോൾ പറയുന്നത് അവരാവശ്യപ്പെടുന്ന 6 അവർ 4 വരെ എത്താൻ സാധ്യതയില്ലേ? വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അതൊരു കരക്കമ്പിയായിട്ട് കണ്ടാൽ മതി. അധിർ രഞ്ജൻ ചൗധരി വളരെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ അധിർ രഞ്ജൻ ചൗധരി അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ്. ഈ സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്ന അവരുടെ വാദങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, അവരുടെ വാശിയിലേക്ക് നേതൃത്വം പോവുകയാണെങ്കിൽ അത്രത്തോളം ഫലിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അധിർ രഞ്ജൻ ചൗധരി ദേശീയ തലത്തിലെ നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്ത ഒരു പരിഹാരത്തിലേക്ക് എത്തുമ്പോഴും അത് പൊളിക്കാനുള്ള രീതിയിലുള്ള പ്രതികരണം നടത്തും. അപ്പോൾ അത് എത്രത്തോളം അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുമ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന് എത്രത്തോളം കഴിഞ്ഞ പശ്ചിമബംഗാളിലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തിയതാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ബി.ജെ.പിക്ക് അതിന് മുമ്പുണ്ടാക്കിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബംഗാളിൽ ആദ്യം കോൺഗ്രസിൻ്റെ ഒരു അധീശത്വമാണ്, പിന്നീട് CPM-ൻ്റെ ഒരു അധീശത്വം, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ. അവിടെ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് തൃണമൂൽ കോൺഗ്രസിനോടുള്ള ഒരു അകൽച്ച, കോൺഗ്രസിനെ വളരാൻ സമ്മതിക്കാതിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് എന്നുള്ള നിലവിലെ സാഹചര്യത്തിൽ ലെഫ്റ്റിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതി വെസ്റ്റ് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾക്കില്ല. അതുകൊണ്ടാണ് ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള അകൽച്ച. അധീർ രഞ്ജൻ അവിടുത്തെ PCC പ്രസിഡന്റ് കൂടിയാണ്. അധീർ രഞ്ജനെ പോലുള്ളവർക്ക് ആ ഒരു അകൽച്ചയുള്ളത്. പിന്നെ ദേശീയ നേതൃത്വം നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ പക്ഷേ 2 സീറ്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണെന്നേ. 2 സീറ്റ് ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി മാത്രമല്ല, മറ്റേ ചോദ്യവും ശരിയാ. ഇപ്പൊ സ്മൃതി ചോദിച്ചത് കണക്ക് ഇപ്പൊ 18 സീറ്റ് ബി.ജെ.പിക്ക് ആണല്ലോ അവിടെ ഉള്ളത്. 22 സീറ്റാണ് മമത പിടിച്ചിരിക്കുന്നത്. 2 സീറ്റ് കോൺഗ്രസിന്, ആകെ 40 സീറ്റ്. അപ്പോൾ അതിനകത്ത് ഈ 18 സീറ്റിൽ ഈ കോൺഗ്രസും TMCയും കൂടി കൈകോർക്കുകയാണെങ്കിൽ അത്രയും വിജയം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നത്. ബി.ജെ.പിക്ക് അത്രയും വിജയം ഉണ്ടാവില്ല. അതിന്റെ കാര്യം എന്താ വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നമ്മൾ ഈ ഡാറ്റ വെച്ചാ പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത് അവിടെ. അതായത് ബി.ജെ.പി അവിടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു വരുമെന്നുള്ള സങ്കല്പം ഇപ്പം ഇല്ല. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഘട്ടത്തിൽ ബി.ജെ.പിക്ക് പലയിടങ്ങളിലും ജില്ലാ ഘടകങ്ങൾ പോലും അപൂർവമായിരുന്നു. ഇപ്പോൾ 2024 എത്തുമ്പോൾ ഉണ്ടല്ലോ, ബി.ജെ.പി അവിടെ സുശക്തമായ പാർട്ടിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ലെഫ്റ്റ് ഉയർന്നു വന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് തെറ്റ്. 2, കോൺഗ്രസിന് ചില മേഖലകളിൽ മാത്രമാണ് സ്വാധീനം. 2 പാർട്ടികളെ ഇന്നിപ്പോൾ അവിടെ ഉള്ളൂ.
ഒന്ന് തൃണമൂൽ കോൺഗ്രസും രണ്ട് BJPയും ഇവരോടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ആ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ലെഫ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവരെ സംബന്ധിച്ചിടത്തോളം BJPയും തൃണമൂലും ഒരേപോലുള്ള ശത്രുവാണ്. അവരെ അതിന് ഒരുക്കമല്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഹകരിച്ച് പോകേണ്ടി വരും, തൃണമൂലുമായി ചേർന്ന് പോകേണ്ടി വരും. Meet the editors.